മലപ്പുറം ജില്ലയിലെ വാഴയങ്കടയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത്. ശാന്തസ്വരൂപനായ നരസിംഹമൂർത്തി സ്വാമിയാണ് ഇവിടെ പ്രതിഷ്ഠ. ഹനുമാൻ സ്വാമി കദളി വനത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ സംസാരശേഷി നഷ്ടപ്പെട്ടു. ലങ്കാദഹന സമയത്ത് മിണ്ടാപ്രാണികൾ വെന്തുമരിച്ചുപോയ പാപമായിരുന്നു ഇതിൻ്റെ കാരണം. ദേവർഷി നാരദൻ്റെ ഉപദേശപ്രകാരം മഹാവിഷ്ണുവിൻ്റെ അവതാരമായ നരസിംഹസ്വാമിയെ പ്രതിഷ്ഠിച്ച് ഉപാസിക്കുകയും സംസാരശേഷി തിരിച്ചു കിട്ടുകയും ചെയ്തു. ഹനുമാൻ സ്വാമി പൂജിച്ച ആ വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. കദളി വാഴക്കടയിൽ നിന്നും കിട്ടിയ വിഗ്രഹമായതുകൊണ്ടാണ് ഇവിടെ വാഴയങ്കട എന്നറിയപ്പെടുന്നത്. ഹനുമാൻ സ്വാമിയുടെയും സരസ്വതി ദേവിയുടെയും സാന്നിധ്യം ഈ ക്ഷേത്രത്തിലുണ്ട്. വിക്കൽ ബാധിതരായ കുട്ടികളെ സുഖപ്പെടുത്തുന്ന ക്ഷേത്രം കൂടിയാണിത്. വിക്കുള്ള കുട്ടികൾ കദളിപ്പഴം ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു. കുട്ടികൾക്ക് വിക്ക് ഭേദമാകുമ്പോൾ ഭക്തൻ സ്വർണമോ വെള്ളിയിലോ നാവ് സമർപ്പിക്കുന്നു. കുട്ടികളുടെ സംസാരശേഷി വർദ്ധിപ്പിക്കുന്നതിനായി തത്തമ്മയുടെ പാവ സമർപ്പിക്കുന്ന ഒരു വഴിപാടും ഇവിടെയുണ്ട്. സരസ്വതി ദേവിയുടെ അനുഗ്രഹമുള്ളതുകൊണ്ട് പ്രശസ്തരായ ഒരുപാട് കലാകാരന്മാർ ഉള്ള നാടും കൂടിയാണ് ഇത്. പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്ന ശാന്തഭാവത്തോടെയുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഇതാണ് കുട്ടികൾ വഴിപാടായി അമ്പലത്തിൽ സമർപ്പിക്കുന്ന തത്തമ്മപ്പാവ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് പേർക്ക് സംസാര സംബന്ധമായ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. സാധിക്കുന്നവരൊക്കെ മക്കളുമായി പോയി ഈ ക്ഷേത്രം ദർശനം നടത്തേണ്ടതാണ്.